മഴതോരും മുൻപേയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റീത്താമ്മയുടെ മകനിൽ നിന്നും ടെൽസിയെ രക്ഷിക്കുകയാണ് അലീന. ടാനിയയും ടോജോയും എൽസമ്മയും അലീനയോട് അടുക്കുവാനും തുടങ്ങി. ടാനിയ അലീനയുടെ പക്ഷം ചേർന്ന് റീത്താമ്മയെ ചോദ്യം ചെയ്തതിന് റീത്താമ്മയ്ക്ക് ദേഷ്യം വരികയാണ്. അലീന സ്റ്റാൻലിയെ വിളിച്ച് എത്രയും പെട്ടെന്ന് രണ്ട് വീടിനുമിടയിൽ മതിൽ കെട്ടണമെന്ന് അറിയിക്കുകയാണ്. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബബിത അലീനയോട് അല്പം പരിഭവത്തിലായിരുന്നു. അലീന അരികെ ചെന്ന് കൈപിടിച്ചപ്പോൾ അവൾ ഒരു തണുപ്പൻ പ്രതികരണത്തോടെ അങ്ങിങ്ങ് നോക്കിക്കൊണ്ട് നിന്നു. അലീന തൽക്കാലം ബബിതയെ അവരുടെ പാട്ടിന് വിട്ടിട്ട് സ്റ്റാൻലിയെ സമീപിച്ചു. സ്റ്റാൻലിയുടെ ആജ്ഞ കാത്ത് കുറെ തൊഴിലാളികൾ പണിയായുധങ്ങളുമായി നിൽപ്പുണ്ട്. പപ്പ ഇത് എന്തുദ്ദേശിച്ചാണ്? അലീന ചോദിച്ചു. നീയല്ലേ പറഞ്ഞത് മതില് പണിയണമെന്ന്? ഇവരൊക്കെ നല്ല ഒന്നാന്തരം മേസ്ത്രിമാരും മേയ്ക്കാട് പണിക്കാരുമാണ്. പപ്പയ്ക്കറിയാമോ അതിരുകൾ? എനിക്കറിയില്ല. ലാൻഡ്മാർക്ക് എന്തെങ്കിലും കാണണമല്ലോ, സർവേക്കല്ലോ വേലിപ്പത്തലോ എന്തെങ്കിലും. ഇവിടെ അങ്ങനെ ഒന്നുമില്ല പപ്പ. ഒറ്റ വളപ്പില രണ്ട് വീടും ഇരിക്കുന്നത്. നീ അതൊക്കെ നോക്കി വയ്ക്കണ്ടേ? ഇപ്പോഴാണോ പറയുന്നേ? സ്റ്റാൻലിക്ക് ദേഷ്യം വന്നു. ഈ വീട് സ്ഥലവും കൂടി എത്ര സെന്റാണെന്ന് പപ്പയ്ക്ക് അറിയാമോ? ഞാൻ ഓർക്കുന്നില്ല. 10 15 കാണുമായിരിക്കും. പപ്പയുടെ കയ്യിൽ അതിന്റെ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ കയ്യിൽ എങ്ങനെ വരും? റീത്താമ്മയും എൽസമ്മയും കൂടിയ സ്ഥലം വാങ്ങിയത്, അതും എൽസമ്മയുടെ പേരിൽ. ഇവരുണ്ടായിരിക്കും ഡോക്യുമെന്റ്സ്. ഇവിടെ ഇല്ല പപ്പ. ഒറിജിനൽ ഡോക്യുമെന്റ്സ് ബാങ്കിൽ ഈട് വെച്ചിരിക്കുകയല്ലേ. വീട് വയ്ക്കാൻ ലോൺ എടുത്ത ബാങ്കിൽ പോയി ചോദിച്ചാൽ ഒറിജിനൽ ഡോക്യുമെന്റ്സിന്റെ കോപ്പി എടുത്ത് തരുമല്ലോ. അപ്പോൾ ഈ ജോലിക്കാർ എന്ത് ചെയ്യും? സ്റ്റാൻലി ചോദിച്ചു. ഇവിടെ കുറെ അറ്റകുറ്റപ്പണികളുണ്ട് പപ്പ. ഇന്ന് അവരത് ചെയ്യട്ടെ. പുറകിലെ മതിൽ പലയിടത്തും ഇടിഞ്ഞിട്ടുണ്ട്. കിണറിന്റെ ഭിത്തി കുറെ ഭാഗം അടർന്നുപോയി. പിന്നെ പുറകിലെ വരാന്തയിൽ സിമന്റ് പൊട്ടി പൊളിഞ്ഞു കിടക്കുകയാ. അതൊക്കെ എവിടാന്ന് വെച്ചാൽ ഇവർക്ക് കാണിച്ചു കൊടുക്ക്, സ്റ്റാൻലി പറഞ്ഞു. അലീന മേസ്ത്രിമാരെ വിളിച്ചുകൊണ്ടുപോയി റിപ്പയർ ചെയ്യേണ്ട ഭാഗങ്ങൾ കാട്ടിക്കൊടുത്തു. സ്റ്റാൻലി വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ നിന്നു. അറ്റകുറ്റപ്പണിക്ക് ആവശ്യമുള്ള സിമന്റും മണലും മെറ്റലും മറ്റും എത്തിച്ചു കൊടുക്കാൻ ബൈജുവിനെ ചട്ടം കെട്ടി. ഒടുവിൽ പപ്പയെയും വിളിച്ചുകൊണ്ട് വീട്ടിനുള്ളിലേക്ക് കയറുമ്പോൾ അലീന ആരോടുന്നില്ലാതെ പറഞ്ഞു. കാള പെട്ടെന്ന് കേട്ടയുടനെ കയറും എടുത്തോണ്ട്. അവൾ പൂർത്തിയാക്കുന്നതിന് മുൻപേ ചെവിയിൽ പിടുത്തം വീണു. നീ തന്നെ ഇത് പറയണം. ഫോൺ വിളിച്ച് പറഞ്ഞ താമസം സർവ്വസന്നാഹങ്ങളുമായി എത്തിയ ഞാൻ വെറും വെടി. ആര്? പപ്പയോ? ഇങ്ങനെ തന്നെത്താൻ പൊഴുത്തല്ലേ പപ്പായെ? അലീനയുടെ മുഖം വീർപ്പിച്ച് ലിവിംഗ് റൂമിൽ നിന്ന ബബിത കൂടി അത് കേട്ട് ചിരിച്ചുപോയി. പപ്പ ആകെ ഒരു വെട്ടിത്തമേ കാണിച്ചിട്ടുള്ളൂ. ഏതോ അനാഥാലയത്തിൽ നിന്ന് ചാടിപ്പോന്ന ഒരു പെണ്ണിനെ പിടിച്ച് സ്വന്തം മോളാണെന്ന് പറഞ്ഞ് കൂടെ നിർത്തി. അതോടെ പപ്പയുടെ കഷ്ടകാലം തുടങ്ങി, അലീന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതു വാസ്തവം, ബബിത പറഞ്ഞു. നീ ഇന്ന് എന്നോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയതാ അല്ലേടി? അലീന ചോദിച്ചു. അതെ. പപ്പ, ഒരു 5 മിനിറ്റ് ഇരിക്കണേ. ഞാൻ ഈ വൈജയന്തിയുമായിട്ട് ഒന്ന് കൂട്ടുകൂടിക്കോട്ടെ. ഞാൻ വൈജയന്തിയൊന്നുമല്ല, ബബിത പ്രതിഷേധിച്ചു. എന്നെ എന്തിനാ ഇങ്ങനെ അറിയാത്തൊരു സ്ഥലത്ത് കൊണ്ടിട്ടിരിക്കുന്നേ? ആർക്കും വേണ്ടാതെ. അയ്യോടാ, നിന്നെ ആർക്കാ വേണ്ടാത്തത്? എൻ്റെ പപ്പയ്ക്ക് പോലും നിന്നോട് എന്തൊരിഷ്ടമാ. വേണ്ട, ഞാൻ പപ്പയോട് ഇഷ്ടം കൂടാനൊന്നുമല്ല വന്നത്. എന്നെ അലീന ചേച്ചിയുടെ കൂടെ നിർത്താമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതല്ലേ. എന്നിട്ടിപ്പോഴോ? നീ വന്ന് കണ്ടതല്ലേടി ഇവിടുത്തെ ഒരു ദയനീയ അവസ്ഥ. എന്നെ രാത്രിയിലൊന്ന് വിളിക്കാമല്ലോ. ഞാനവിടെ ഒറ്റയ്ക്കാണെന്ന് അറിയാവുന്നതല്ലേ. ഒറ്റയ്ക്കോ? പപ്പ, ഔതക്കുട്ടി ചായൻ, നല്ല ഒന്നാന്തരം പട്ടികൾ, പിന്നെ ഈച്ച, പൂച്ച, പല്ലി, പാറ്റ എല്ലാം ഉണ്ട്. സമ്മതിച്ചു. എന്നെയൊന്ന് വിളിക്കാമല്ലോ. വിളിച്ചില്ലേടി ഞാൻ? വൈകുന്നേരം വിളിച്ചു. രാത്രി കിടക്കുന്നതിന് മുൻപ് വിളിച്ചു. ഉറക്കത്തിൽ വിളിച്ച് ശല്യപ്പെടുത്തണമായിരുന്നോ? ഞാൻ ഉറങ്ങിയോ ഇല്ലയോ എന്ന് വിളിച്ചു ചോദിക്കാലോ. ഇപ്പം ചേച്ചി വിളിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് കിടക്കുവാ ഞാൻ. നിന്നെ ഞാൻ എന്നും മടിൽ കിടത്തി കഥ പറഞ്ഞു തന്ന് ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പാടി ഉറക്കണം അല്ലേ? അലീന കളിയാക്കി. ബബിത പരിഭവിച്ചു നിന്നു. ശരി, ഒരു കാര്യം ചെയ്യാം. നീ ഇവിടെ എൻ്റെ കൂടെ നിന്നോ. ബബിതയുടെ മിഴികൾ വിടർന്നു. നേരായിട്ടും? പക്ഷേ ഒരു കാര്യം, ഞാനിവിടെ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം നീയും ചെയ്യണം. എല്ലാം ഞാൻ ചെയ്തോളാം, ബബിത സമ്മതിച്ചു. അലീന കിച്ചണിൽ കയറി
ചായ തയ്യാറാക്കി പപ്പയ്ക്കും ബബിതയ്ക്കും കൊടുത്തു. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ അലീന പപ്പയെ എൽസമ്മ കിടക്കുന്ന മുറിയിലേക്ക് വിളിച്ചു. സ്റ്റാൻലി ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചു. എനിക്ക് കാണണ്ട, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ. എന്നാലും ഒന്നുകൂടെ കാണണം പപ്പ. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിർബന്ധിച്ച് ചെയ്യിക്കരുത്, അതുകൊണ്ട് ഫലമില്ല. അയാൾ നീരസം പൂണ്ടു. ഫലമില്ലെന്ന് ആര് പറഞ്ഞു? പപ്പയ്ക്ക് ഇഷ്ടമില്ലെങ്കിലും പപ്പയെ കാണുന്നത് എൽസമ്മ ആൻറ്റിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടാ. സ്റ്റാൻലി മനസ്സില്ലാ മനസ്സോടെ എൽസമ്മയുടെ മുറിയിലേക്ക് ചെന്നു. കഴിഞ്ഞ തവണ വന്നപ്പോൾ കണ്ട അന്തരീക്ഷമല്ല മുറിയിലുള്ളതെന്ന് അയാൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ചന്ദനത്തിൻ്റെ പരിമളം, വൃത്തിയും വെടുപ്പുമുള്ള മുറി, പ്രകാശം അരിച്ചെടുക്കുന്ന ജനാലവിരികൾ, ടീപ്പോയിലെ ഫ്ലവർ വേസിൽ പൂക്കൾ, ഭംഗിയുള്ള മേശവിരി, കട്ടിലും കിടക്കയും വിരിയുമെല്ലാം വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. കട്ടിലിൻ്റെ കാൽക്കൽ നിന്നുകൊണ്ട് സ്റ്റാൻലി എൽസമ്മയെ നോക്കി. മാറ്റം പ്രകടമായിരുന്നു. മുനിഞ്ഞു കത്തിക്കൊണ്ടിരുന്ന നീലനാളത്തിനു പകരം ഉണർവുള്ള ഒരു ദീപം പ്രകാശിക്കുന്നത് പോലുള്ള രൂപാന്തരം. ആൻറ്റി, ഇതാരാ വന്നിരിക്കുന്നേ നോക്കിക്കേ. അലീന സ്റ്റാൻലിയുടെ കൈക്ക് പിടിച്ച് എൽസമ്മ ചരിഞ്ഞു കിടന്ന വശത്തേക്ക് നീക്കി നിർത്തി. എൽസമ്മയുടെ നോട്ടം സ്റ്റാൻലിയുടെ മുഖത്ത് വന്ന് പതിഞ്ഞു. ഒരു നിമിഷത്തെ പിടച്ചിലും അമ്പരിപ്പും. പിന്നെ നോട്ടം പതറി താണുപോയി. സ്റ്റാൻലിക്ക് ഒരു വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു. അയാൾ മെല്ലെ തിരിഞ്ഞു നടന്നു. അലീന പതിയെ എൽസമ്മയോട് പറഞ്ഞു, പപ്പ ആൻറ്റിയെ കാണാൻ വേണ്ടിയാ വന്നേ. എൽസമ്മ അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിട്ട് കൺപോള താഴ്ത്തി. ബൈജു സിമെന്റും മറ്റു സാധനങ്ങളും എത്തിച്ചതോടെ സ്റ്റാൻലിയുടെ പണിക്കാർ ജോലി ആരംഭിച്ചു. വാസ്തവത്തിൽ ഇതിനിടയ്ക്ക് ഒരു മതിലിൻ്റെ ആവശ്യമുണ്ടോ? സ്റ്റാൻലി അലീനോട് ചോദിച്ചു. വേണം പപ്പ. ആ മതിൽ കെട്ടുന്നത് വെറും നിലത്തല്ല, അവിടെയും ഇവിടെയും ഉള്ളവരുടെ മനസ്സിലാ. മതിൽ കെട്ടിയാലും റോഡിലിറങ്ങിയിട്ട് മുൻവശത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനും സാധിക്കും. പക്ഷേ ആ മതിൽ ഇടയ്ക്ക് നിന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശനമില്ലെന്ന്. അലീന പറഞ്ഞു. നിനക്ക് എന്നും ഇവിടെ താമസിക്കാൻ പറ്റുമോ? ഇവിടുള്ളവർക്ക് ഒരത്യാവശ്യം വന്നാൽ റീത്താമ്മയും മക്കളുമല്ലേ ഉള്ളൂ ഒരു സഹായത്തിന്. നീ അത് അടച്ചു കളഞ്ഞാൽ. അലീനയുടെ മുഖം മുറുകി. ആ സഹായം ഇനി വേണ്ട പപ്പ. എൽസമ്മ ആൻറ്റിക്കും കുട്ടികൾക്കും ഒരത്യാവശ്യം വന്നാൽ ഞാനോ അവരോ അല്ല, പപ്പയുണ്ടാവണോ സഹായിക്കാൻ. ടെൽസിയെ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് എന്തിനാണ്? അവൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അവൾക്ക് പല ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എൽസമ്മ. കുറേ കാലം കൗൺസിലിങ്ങിനും കൊണ്ടു നടന്നു. അങ്ങനെ വഴിപാട് കഴിച്ചാലൊന്നും പോരാ പപ്പ. ആദ്യം നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ പപ്പ തന്നെ കണ്ടെത്തണം. കൺസൾട്ടിങ്ങിന് ഒരു തീയതി ബുക്ക് ചെയ്യണം. ടെൽസിക്ക് ക്ലാസ്സിലെത്ത ദിവസം നോക്കി വേണം ബുക്ക് ചെയ്യാൻ. എന്നിട്ട് വേണം ടെൽസിയെ കൊണ്ടുപോകാൻ. സ്റ്റാൻലി അർദ്ധസമ്മതത്തോടെ തലയാട്ടിക്കൊണ്ടിരുന്നു. അലീന പറഞ്ഞു നിർത്തിയിട്ടും അയാൾ തലയാട്ടി. ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാകാനും പോകുന്നില്ല എന്ന മട്ടിൽ ഒന്നുകൂടി തലയാട്ടിയിട്ട് എഴുന്നേറ്റു. നീ കുളത്തൂപ്പുഴ വരുന്നതുവരെ എല്ലാം വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം ഓരോരോ പുതിയ പ്രശ്നങ്ങൾ. സ്റ്റാൻലി തെല്ല് ആമോഷത്തിലാണ് പറഞ്ഞത്. പപ്പ എങ്ങനെ സ്മൂത്തായിട്ട് രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുമ്പം ഇവിടെ കുറച്ചു പേര് നശിച്ചുകൊണ്ടിരിക്കുക. വേറെ ആരുമല്ല, പപ്പയുടെ ഭാര്യയും മക്കളും. ഇനിയിപ്പം പപ്പയുടെ മോളല്ലെന്ന് പറഞ്ഞ് പിരിച്ചുവിട്ടാലും ശരി, ഇതിന്ന് പിന്മാറാൻ ഉദ്ദേശിക്കുന്നുമില്ല. അലീനയും അതേ സ്വരത്തിൽ തന്നെ മറുപടി പറഞ്ഞു. സ്റ്റാൻലിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. തോട്ടം, നായ്ക്കൾ, തീറ്റിയും കുടിയും, ക്ലബിലൽപ്പം ചീട്ടുകളി, ഇങ്ങനെ സർവ്വസ്വതന്ത്രനായി സുഖിമാനായി കഴിഞ്ഞു കൂടുകയായിരുന്നു. അപ്പോഴാണ് കണ്ണാടി പൊയ്കയിൽ തുരുതുരാ കല്ലുകൾ വീണാലെന്ന പോലെ ഒന്നിനു പുറകെ ഒന്നായി ഓരോരോ പ്രശ്നങ്ങൾ. സ്റ്റാൻലി സ്വയം സംസാരിച്ചു. ശേഷം കാറിൽ കയറി അഞ്ചൽ ടൗണിലേക്ക് ഓടിച്ചുപോയി. പാവം പപ്പ, ബബിത സഹതപിച്ചു. ചേച്ചി തുമ്പിയെക്കൊണ്ട് കല്ലെടുപ്പിക്കുക. ആ തുമ്പി ഇതുവരെ കല്ലൊന്നും എടുക്കാതെ ഒഴിഞ്ഞു മാറി നടക്കുമായിരുന്നു മോളെ. കല്ലെടുത്ത് ശീലിക്കട്ടെ, അലീന പറഞ്ഞു. അവൾ ബബിതയെ എൽസമ്മയുടെ അരികെ കൊണ്ടുചെന്ന് ഒരു കസേരയിലിരുത്തി. എന്നാൽ തുടങ്ങിക്കോ, പാസീവ് എക്സസൈസ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അലീന കാട്ടിക്കൊടുത്തു. ബബിത എൽസമ്മയുടെ കൈയെടുത്ത് തലോടുകയും സാവധാനം ഉയർത്തുകയും താഴ്ത്തുകയും മടക്കുകയും നിവർത്തുകയും ചെയ്തു. ഇങ്ങനെ ചുമ്മാ യന്ത്രം പോലെ ഇരുന്ന് ചെയ്താൽ പോരാ, വർത്തമാനം പറയണം. നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളെപ്പറ്റി പറയണം. സ്കൂളിലെ കുസൃതികൾ, ടൂറ് പോയത്, ഇഷ്ടപ്പെട്ട കൂട്ടുകാർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. മറുപടിയൊന്നും പ്രതീക്ഷിക്കണ്ട, പക്ഷേ കേട്ടോണ്ട് കിടന്നോളും, അലീന പറഞ്ഞു. ചേച്ചി എന്ത് ചെയ്യാൻ പോകുക? ഊണ് ശരിയാക്കണ്ടേ?
നിങ്ങൾ ഇത്രയും പേര് വരുമെന്ന് എനിക്കൊരു കണക്കൂട്ടലും ഇല്ലായിരുന്നല്ലോ. ബബിത എൽസമ്മയുടെ കൈവിരലുകൾ പിടിച്ചു മടക്കുകയും നിവർത്തുകയും ചെയ്തു. അലീന പോയിക്കഴിഞ്ഞ് അവൾ എൽസമ്മയോട് ചോദിച്ചു, ഞാൻ ആരാണെന്ന് അറിയാമോ? എൽസമ്മ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അലീന ചേച്ചിയുടെ അനുജത്തിയ, ബബിത പറഞ്ഞു. എന്ന് വെച്ചാ ഒരമ്മ പെറ്റ മക്കളാ അലീന ചേച്ചിയും ഞാനും. എൽസമ്മയാൻറ്റി തൻ്റെ മുഖത്തിനപ്പുറത്തേക്കാണ് നോക്കുന്നതെന്ന് ബബിതയ്ക്ക് തോന്നി. ഒരമ്മ പ്രസവിച്ചതെന്ന് പറയുമ്പം ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു വളർന്നതാണെന്ന് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. അലീന ചേച്ചി 23 വർഷം ഒരു ഓർഫനേജിലാണ് ജീവിച്ചത്. പൊടിക്കുഞ്ഞായിരുന്നപ്പം മുതൽ ഒരു വർഷം മുൻപ് വരെ സ്വന്തക്കാരോ ബന്ധുക്കളോ ഒന്നുമില്ലാത്ത ഒരനാഥ പെണ്ണായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു വേലക്കാരിയായിട്ടാ ആദ്യം വന്നത്. ഞങ്ങൾക്കാർക്കും അറിയില്ല അലീന ചേച്ചി ആരാണെന്ന്. ഞങ്ങൾ ഒരു വേലക്കാരിയോട് പെരുമാറുന്ന പോലെ തന്നെ പെരുമാറി. അമ്മയ്ക്കാണെങ്കിൽ അലീന ചേച്ചിയോട് വഴക്കിടാനേ നേരമുള്ളൂ. അമ്മ അങ്ങനെയാ, നിസ്സാര കാര്യത്തിനും വലിയ പ്രശ്നമുണ്ടാക്കും. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ഇപ്പൊ ക്ഷമിക്കാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇപ്പോഴും എൻ്റെ അമ്മയ്ക്ക് അറിയില്ല അലീന ചേച്ചി സ്വന്തം മോളാണെന്ന്. അറിഞ്ഞാൽ അമ്മയ്ക്കത് താങ്ങാനും പറ്റില്ല. അലീന ചേച്ചി മരിച്ചു പോയെന്ന അമ്മയുടെ വിചാരം. എൽസമ്മ ബബിതയുടെ മുഖത്ത് തന്നെ മിഴിനട്ട് നിർനിമേഷം കിടക്കുകയാണ്. ഇടയ്ക്കെപ്പോഴോ അലീന വാതുക്കൽ വന്ന് തലയാട്ടി. എന്താ ഒരു ഒളിഞ്ഞു നോട്ടം? ബബിത ചോദിച്ചു. ഞാൻ ഏൽപ്പിച്ച ജോലി ചെയ്യുന്നുണ്ടോ അതോ വെറുതെ ഇരിക്കുകയാണോ എന്ന് അറിയണ്ടേ? ഞാൻ ആൻറ്റിയോട് ഒരു കഥ പറയുമായിരുന്നു. എന്ത് കഥ? ഒരിടത്തൊരിടത്ത് ഒരപ്പൂപ്പനും ഒരമ്മൂമ്മയും ഉണ്ടായിരുന്നു എന്നുള്ള പഴങ്കഥ. ബബിത ചിരിച്ചു. അലീന അവരുടെ അരികെ ചെന്നു. നിനക്ക് വിഷമം തോന്നുന്നുണ്ടോ മോളെ? എന്തിന്? പാലായിലെ സ്വർണ്ണക്കട മുതലാളിയുടെ മോളെ വിളിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നതിൽ? ഇല്ല ചേച്ചി, എനിക്ക് സന്തോഷമേ ഉള്ളൂ. കുറെ കടം വിട്ടാനുണ്ടല്ലോ ഞാൻ. അലീന മുഖം കുനിച്ച് ഇടത്തെ കണ്ണിൽ ഒരു ഉമ്മ നൽകി. എന്നിട്ട് ചിരിയോടെ പറഞ്ഞു, കടം ഇനിയും കൂടട്ടെ. അവൾ തിരികെ പോയി. കണ്ടോ സ്നേഹം? ബബിത പുഞ്ചിരിയോടെ എൽസമ്മയോട് പറഞ്ഞു. എനിക്ക് ചിലപ്പം തോന്നും ഇതൊക്കെ കള്ളത്തരമാണെന്ന്. ഇങ്ങനെ സ്നേഹിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇങ്ങനെ ക്ഷമിക്കാനും സഹിക്കാനും പറ്റുമോ? നമുക്ക് അതിശയം തോന്നും. അലീന ചേച്ചി എങ്ങനെയാണ് ശത്രുക്കളെ പോലും ഇണക്കിയെടുക്കുന്നതെന്ന് അലീന ചേച്ചിയോട് ചോദിച്ചാൽ പറയും, മോളെ, ഞാൻ ആരുമില്ലാത്തവളായിരുന്നു. അവിടുന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടിയാലും തികയത്തുമില്ല, എത്ര കൊടുത്താലും മതിയാവത്തുമില്ലാന്ന്. ശരിയായിരിക്കും. നമ്മളാരും ജനിച്ച അന്നു മുതൽ അനാഥരായി ജീവിച്ചിട്ടില്ലല്ലോ. പിന്നെ വേറൊന്നുകൂടി അലീന ചേച്ചി പറയും, ബ്രീത്ത മമ്മി അലീന ചേച്ചിയുടെ യൂണിവേഴ്സിറ്റിയാണെന്ന്. അതുപോലെ ഒരു അമ്മയെ ലോകത്ത് വേറൊരു മക്കൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല. ഇരന്നു വാങ്ങുക, നിറച്ചു കൊടുക്കുക, അതാണ് ആ അമ്മ പഠിപ്പിച്ച പാഠം. അല്ലെങ്കിൽ ആൻറ്റി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അലീന ചേച്ചിക്ക് ഇവിടെ വന്ന് ഈ ഭാരം ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ? ആൻറ്റി എഴുന്നേൽപ്പിച്ച് നടത്തുമെന്ന് പറഞ്ഞില്ലേ, നടത്തിയിരിക്കും. ഞാനീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളും കൂടി ഒരു കൈ സഹായിക്കണം, മനസ്സുകൊണ്ട് ഒന്നാഞ്ഞു പിടിക്കണം. എൽസമ്മ ശിരസ്സൊന്ന് അനക്കിയെന്ന് ബബിതയ്ക്ക് തോന്നി. ഒരു ദീർഘനിശ്വാസം. അല്പം കഴിഞ്ഞപ്പോൾ അവരുടെ കൺകോണിൽ നിന്ന് ഒരു നീർത്തുള്ളി തലയിണയിലേക്ക് അടർന്നു വീഴുന്നതും അവൾ കണ്ടു. ടൗണിലേക്ക് പോയ സ്റ്റാൻലി ഉച്ചയോടെ തിരിച്ചെത്തി. വന്നയുടനെ ഒരു പുതിയ ഫയൽ അലീനയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഈ പ്രോപ്പർട്ടിയുടെ എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട്. കരം അടച്ചതും അടയ്ക്കാത്തതും ഉൾപ്പെടെ ബാങ്കിൽ നിന്ന് ഫോട്ടോഷോട്ട് എടുപ്പിച്ചതാണ്. ഇതെന്തിനാ എന്നെ ഏൽപ്പിച്ചത്? നീയല്ലേ പറഞ്ഞത് അതിരും അളവുമെല്ലാം കൃത്യമായി അറിയണമെന്ന്. പപ്പ എന്ത് ചെയ്യാൻ പോണു? എനിക്ക് തിരിച്ചു പോകണ്ടേ? അപ്പോ മതിലിന്റെ പണിയുടെ കാര്യങ്ങൾ ആര് നോക്കും? ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണം. മതില് കെട്ടുമ്പം ആരെങ്കിലും എതിർക്കാൻ വന്നാൽ അവരോട് ഗുസ്തി പിടിക്കണം. അതിനൊക്കെ ആരുണ്ട്? പണിയാളുകൾക്കുള്ള ശമ്പളം നിന്നെ ഏൽപ്പിച്ചിട്ട് പോയിക്കോളാം. അതിരുകളെല്ലാം കൃത്യമായി അളന്നു നോക്കിയിട്ട് മതില് കെട്ടുമ്പോൾ ആരാണ് എതിർക്കാനുള്ളത്? പപ്പ, അതിരുകൾ കടലാസിൽ കൃത്യമായിരിക്കും. അതനുസരിച്ച് അളക്കാനും മതില് കെട്ടാനും ചെല്ലുമ്പോഴറിയാം വിവരം. പപ്പ ഒരു സർവേയറെ വിളിച്ചു വരുത്തി നമ്മുടെ സ്ഥലം എത്രയാണെന്ന് വെച്ചാൽ അത് കൃത്യമായി അളന്നു തിരിക്കണം. ഇത് പിന്നെയും നൂലാമാലയാണല്ലോ. സ്റ്റാൻലിക്ക് ദേഷ്യം വന്നു. പിന്നെ ചുമ്മാതെ പറ്റുമോ പപ്പ? സർവേയറെ നാളെ വിളിച്ചാലും മതി. സൈക്യാട്രിസ്റ്റിന്റെ കാര്യം എന്തായി? അത് ഞാൻ പുനലൂര് വിളിച്ച് റോബിച്ചനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്തിട്ട് അവൻ നിന്നെ വിളിച്ചറിയിക്കും. അത് പപ്പ അനുജന്റെ തോളത്തോട്ട് വച്ചു കൊടുത്തിട്ട് തലയൂരി അല്ലേ? സ്റ്റാൻലി
അസ്വസ്ഥനായി. ശരി, ബബിത എവിടെ? വിളിക്ക്. ഇപ്പൊ തന്നെ ലേറ്റായി. ലേറ്റായെന്നോ? എന്തിന്? പപ്പ ഊണ് കഴിക്കുന്ന സമയം ആവുന്നതേ ഉള്ളൂ. ഇവിടുത്തെ ഊണൊന്നും എനിക്ക് വേണ്ട. ഞാനും ബബിതയും കുളത്തൂപ്പുഴ ചെന്ന് കഴിച്ചോളാം. പപ്പ അങ്ങനെ പോയാൽ ശരിയാവത്തില്ല. ആ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പം പപ്പ ഇവിടെ ഉണ്ടാവണം. അവരെ പപ്പയ്ക്ക് കാണണ്ടേ? അവരും പപ്പയെ കാണണ്ടേ? കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ, ഇന്നെന്താണ് പുതുമ? പപ്പ, നമ്മളിവിടെ മതില് കെട്ടാൻ പോകുക. ആ വീടുമായി കുട്ടികൾക്കുള്ള ബന്ധം നമ്മൾ വേർപെടുത്തുകയാ. ഇതുവരെ മറുപക്ഷത്തായിരുന്നു അവർ 3 പേരും. നമ്മൾ അവരെ തിരിച്ചു പിടിച്ചോണ്ട് വരുമ്പം അവർക്ക് ആരുമില്ലെന്ന് തോന്നരുത്. അവരുടെ പപ്പ അവരോടൊപ്പം ഉണ്ടെന്നുള്ള ആശ്വാസമെങ്കിലും അവർക്ക് കൊടുക്കണ്ടേ? പപ്പ ഇന്നൊരു ദിവസം അവരോടൊപ്പം ഈ വീട്ടിൽ താമസിക്കണം. കുപ്പി വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ബൈജുവിനെ കുളത്തൂപ്പുഴയ്ക്ക് വിട്ട് എടുപ്പിക്കാം. സ്റ്റാൻലിക്ക് ഒരൊഴികഴിവ് കിട്ടിയില്ല. അയാൾക്ക് അലീനയോട് അരിശവും അതേസമയം തന്നെ അതിശയവും തോന്നി. എത്ര സൂക്ഷ്മതയോടെയാണ് അവൾ ഓരോ ചുവടും വയ്ക്കുന്നത്. കിറുകൃത്യമായ ഒരു ഗെയിം പ്ലാൻ ഉള്ളതുപോലെ. വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ മുറ്റത്ത് കാറും ജീപ്പും കിടക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു. ടാനിയയും ഇന്ന് പതിവിലും നേരത്തെ എത്തി. പപ്പയുടെ കാറായത്, ജീപ്പും പപ്പയുടെയാ. ടെൽസ 2 വണ്ടികളുടെയും ചുറ്റും നടന്നുകൊണ്ട് പറഞ്ഞു. തൊഴിലാളികൾ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് നോക്കി ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ് ടാനിയ. അലീന സിറ്റൗട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു. പപ്പ വന്നിട്ടുണ്ടോ ചേച്ചി? ടെൽസ ചോദിച്ചു. ഉണ്ട്. സ്പെഷ്യൽ ക്ലാസ് ഇല്ലായിരുന്നോ ടാനിയ? ഇല്ല, ടാനിയ പറഞ്ഞു. അവർ ലിവിംഗ് റൂമിലേക്ക് കടന്നപ്പോൾ സ്റ്റാൻലി സോഫയിൽ ചാരിയിരുന്ന് ഉറങ്ങുന്നത് കണ്ടു. ദേ, പപ്പ ഉറങ്ങുന്നു. ടെൽസ പപ്പയുടെ നേർക്ക് കൈ ചൂണ്ടി. ഉറങ്ങിക്കോട്ടെ, ഒച്ചയുണ്ടാക്കണ്ട. അലീന അവരെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഡ്രസ് മാറിയിട്ട് ചായ കഴിക്കാൻ വാ. ഇന്ന് ഞാനൊരു സൂത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണെന്ന് പറയാവോ? അലീന ചോദിച്ചു. ഏത്തയ്ക്കാപ്പം, ടെൽസ ചാടി പറഞ്ഞു. അല്ല, ഒരു ക്ലൂതാ, ടോജോ ആവശ്യപ്പെട്ടു. അലീന തൻ്റെ കൈ അവൻ്റെ മൂക്കിന് നേർക്ക് നീട്ടി മണപ്പിച്ചു. അവൻ ഒരു പിടിയും കിട്ടിയില്ല. നിനക്ക് പറയാമോ? അലീന കൈത്തലം ടാനിയുടെ മുഖത്തോട് അടുപ്പിച്ചു. മൂക്ക് വിടർത്തി ഗ്രാണിച്ചിട്ട് അവൾ ഇല്ലെന്ന് തലയാട്ടി. അടുത്തത് ടെൽസിയുടെ ഊഴമായിരുന്നു. കൈ 2 തവണ മണപ്പിച്ചിട്ട് അവൾ കണ്ണു മിഴിച്ചു പറഞ്ഞു. നെയ്യപ്പം. കണ്ടോ, കൊതിച്ചക്ക് മനസ്സിലായി, അലീന പറഞ്ഞു. ടോജോ ചിരിച്ചു. ടെൽസ നിന്ന നിൽപ്പിൽ 2 ചാട്ടം ചാടി. അലീന ചായ ഉണ്ടാക്കുമ്പോഴേക്കും ഡ്രസ് മാറി മുഖം കഴുകി 3 പേരും കിച്ചണിൽ വന്നു. 10 എണ്ണം ടെൽസ ബുക്ക് ചെയ്തു. ബബിത എൽസമ്മയുടെ മുറിയിൽ നിന്ന് കിച്ചണിലേക്ക് വന്നു. മനസ്സിലായോ ആരാണെന്ന്? അലീന 3 പേരോടുമായി ചോദിച്ചു. എനിക്ക് മനസ്സിലായി, ടെൽസ പറഞ്ഞു. ഇത് വേറൊരു ചേച്ചി. ഇവിടെ മുൻപും വന്നിട്ടുണ്ടല്ലോ. അതെ, പേര് ബബിത, അലീന പറഞ്ഞു. ഇവളും നിങ്ങളെപ്പോലെ എൻ്റെ അനുജത്തിയാണ്. ബബിത അവരെ നോക്കി പുഞ്ചിരി തൂക്കി. ടാനിയ അവളോട് ഹലോ പറഞ്ഞു. ബബിത തിരിച്ചു. അലീന ഒരു ചായക്കപ്പും സോസറും ട്രേയിൽ എടുത്തു വെച്ച് ടാനിയയെ ഏൽപ്പിച്ചു. ഇത് പപ്പയ്ക്ക് കൊടുത്തിട്ട് വാ. ടാനിയ പ്രതിഷേധത്തോടെ നിന്നു. അലീന അവളുടെ കവിളത്ത് തലോടി. ചെല്ലു മോളെ, പപ്പയ്ക്ക് നാണമാവട്ടെ. അത് ഫലിച്ചു. ടാനിയ ട്രേയുമായി സ്റ്റാൻലിയുടെ മുൻപിലെത്തി. ചായ, അവൾ തെല്ലുറക്കെ പറഞ്ഞു. സ്റ്റാൻലി മയക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. കണ്ണുമിഴിച്ച് അയാൾ ടാനിയെ നോക്കി. പിന്നെ പരിസരം നോക്കി. നീ എപ്പോൾ വന്നു? ഇപ്പം വന്നതേ ഉള്ളൂ. ദാ ചായ. താങ്ക്സ്. സ്റ്റാൻലി ചായക്കപ്പും സോസറും എടുത്തു. വെൽക്കം. ടാനിയ തിരിച്ചു പോന്നു. എല്ലാവരുടെയും ചായ കൂടി കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു. എല്ലാവരും വേഗം കുളിച്ച് റെഡിയാകണം. നമ്മൾ പപ്പയെയും കൂട്ടി ഷോപ്പിങ്ങിന് പോകുന്നു. ടോജോയ്ക്കും ടെൽസയ്ക്കും ഉത്സാഹമായി. അവർ കുളിമുറിയിലേക്ക് ഓടി. ടാനിയ മാത്രം ഉദാസീനിയായി നിന്നു. നിനക്കെന്ത് പറ്റി? അലീന ചോദിച്ചു. ഞാൻ വരുന്നില്ല. എന്താ കാര്യം? ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. ഇനി എന്തിനാ? മോളെ, 23 വയസ്സുവരെ ഞാനൊരു അനാഥയായിരുന്നു. എൻ്റെ കുറ്റം കൊണ്ടല്ല. 24ാമത്തെ വയസ്സിലാണ് ഞാൻ പപ്പയെ ആദ്യമായിട്ട് കാണുന്നത്. ഒരു പരാതിയും ഞാൻ പറഞ്ഞില്ല. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ന്യായങ്ങളുമുണ്ട്. എനിക്കറിയാം നിനക്ക് ആരോടൊക്കെയോ അമർഷമുണ്ടെന്ന്. സാരമില്ല, നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കണം. അതിലാണ് ശരിക്കുള്ള വീറും വാശിയും. കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാൻ ഏത് കുറുക്കനും പറ്റും. മോള് ചെല്ല്, നല്ല കുട്ടിയല്ലേ. നെറ്റിയിൽ ഒരു ഉമ്മ കൂടി കൊടുത്തപ്പോൾ ടാനിയ അലിഞ്ഞു. 4 പേരും ഒരുങ്ങി സ്റ്റാൻലിയുടെ മുൻപിലെത്തിയപ്പോൾ അയാൾ ഒന്നമ്പരുന്നു. എങ്ങോട്ടാണ്?
4 പേരും കൂടി. ഷോപ്പിങ്ങിന്. പപ്പ കൊണ്ടുപോകണം, അലീന പറഞ്ഞു. ബൈജു പോരെ? അവനെ വിളിക്കാം. പോരാ, പപ്പ തന്നെ വേണം. പപ്പ ഇന്നേ വരെ ഈ മക്കളെയും കൊണ്ട് ഒരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇന്ന് നമുക്ക് ആ ചരിത്രം തിരുത്തി കുറിക്കണം, അലീന കുസൃതി ചിരിയോടെ പറഞ്ഞു. ബബിത എവിടെ? ആൻറ്റിയുടെ അടുത്തുണ്ട്. ആരെങ്കിലും വേണ്ടേ? അവളിരുന്നോളും. അവൾ ഒറ്റയ്ക്കോ? ആൻറ്റി ഉണ്ടല്ലോ കൂട്ടിന്. അവൾ സമ്മതിച്ചു നമ്മളോട് പോയിക്കോളാൻ. ഇനി രക്ഷയില്ലെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. സ്റ്റാൻലിയുടെ കാറിൽ കയറി അവർ അഞ്ചൽ ടൗണിലെത്തി. ആദ്യം അലീന അവരെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് നയിച്ചു. വിലയൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ജോഡി എടുത്തോളണം, അലീന പറഞ്ഞു. അവരവർക്ക് ഇഷ്ടപ്പെട്ട പുതുപുത്തൻ ഡ്രസ്സുകൾ ഓരോരുത്തർക്കും ആവശ്യമുള്ളത്രയും എടുത്തു. ഭാരിച്ച പ്ലാസ്റ്റിക് കാരിബാഗുകളുമായിട്ടാണ് അവർ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നും ഇറങ്ങിയത്. എല്ലാം കാറിന്റെ ഡിക്കിയിൽ വെച്ചു. സ്റ്റാൻലി ഇതിനിടയിൽ 2 തവണ 2 ബാങ്കുകളുടെ ATM കൗണ്ടറുകളിൽ കയറിയിറങ്ങി. അടുത്തത് ലേഡി സ്റ്റോഴ്സ് ആയിരുന്നു. മാലകൾ, വളകൾ, കമ്മലുകൾ. ഒടുക്കം ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറി. അപ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞു. ടെൽസയ്ക്ക് ബിരിയാണിയാണ് വേണ്ടിയിരുന്നത്. എല്ലാം കഴിച്ച ശേഷം ടെൽസയ്ക്ക് ഒരു ഐസ്ക്രീം കൂടി വേണം. അലീന അതും ഓർഡർ ചെയ്തു. അതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ അവർ ഇരിക്കുന്ന ടേബിളിനടുത്തേക്ക് വന്നു. ടാനിയയുടെ മുഖം അവനെ കണ്ടതും വിളറി വെളുത്തു. ഇറക്കം കുറഞ്ഞ ഷർട്ടിന്റെ ബട്ടൺസ് തുറന്നിട്ട് അകത്തെ കളർ ബനിയൻ പുറത്തു കാട്ടി ഒരു തമിഴ് കൗബോയെ പോലെ അവൻ ടാനിയയുടെ നേർക്ക് കൈ ചൂണ്ടി. നീ എന്താടി വിളിച്ചിട്ട് നിൽക്കാതെ പോയത്? ജാടയൊന്നും എൻ്റെ അടുത്ത് കാണിക്കരുത്, പറഞ്ഞേക്കാം. ടാനിയ പതറി അലീനയും സ്റ്റാൻലിയും നോക്കി. ആരടി ഇയാള്? അവൻ വീണ്ടും ചോദിച്ചു. എൻ്റെ പപ്പയാ, അവൾ വിക്കി പറഞ്ഞു. ഓഹോ, ഇയാളാണോ നിന്റെ തന്തപ്പടി? അവൻ പുച്ഛത്തോടെ സ്റ്റാൻലിയെ നോക്കി. ടാനിയ വിയർത്തു കുളിച്ചു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.